ഗുഡ് മോർണിംഗ് ഇൻ്റർനെറ്റ്. അപ്പം എന്താ വെൽക്കം ബാക്ക് ടു ദ ചാനൽ. അപ്പം എന്താ നമ്മുടെ ഓൾ ഇന്ത്യ വേൾഡ് റെക്കോർഡ് എക്സ്പെഡിഷനിൽ നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് നമ്മുടെ 17ാമത്തെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള പുതുക്കോട്ടയിലാണ് കേട്ടോ. അപ്പം നമ്മൾ ഇന്ന് കാണാൻ പോകുന്ന വളരെ വ്യത്യസ്തമായ ഒരു കാഴ്ചയാണ്. വേറൊന്നുമല്ല, നമ്മുടെ സൗത്തിൻ്റെ അജന്ത എല്ലോറ കേവ്സ് എന്നറിയപ്പെടുന്ന നമ്മുടെ സിത്തന്നവാസൽ കേവ്സിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത്. ഇതാ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന അതിൻ്റെ എൻട്രൻസ് ആണ് കേട്ടോ, സിത്തന്നവാസൽ കേവ്സിൻ്റെ. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നമ്മൾ ആ കാണുന്ന പാറയ്ക്കുള്ളിലാണ് ഈ ഗുഹ സ്ഥിതി ചെയ്യുന്നത്. അപ്പം 7ാം നൂറ്റാണ്ടിലെ ജൈനമത സന്യാസികളുടെ ഒരു വിഹാര കേന്ദ്രമായിരുന്നു കേട്ടോ ഈ സിത്തന്നവാസൽ കേവ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ ഇവിടെ ആൾറെഡി ഒരു ജൈന സന്യാസിയുടെ ഒരു സ്റ്റാച്ചു ഒക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു ബോധിധർമ്മനെയൊക്കെ പോലെ ഇത് കണ്ടോ, നമ്മുടെ ബോധിധർമ്മൻ തന്നെ വേണമെങ്കിൽ പറയാം കേട്ടോ. നമ്മളങ്ങനെ നമ്മളെ 17ാമത്തെ ഡിസ്ട്രിക്റ്റിൽ എത്തി നിൽക്കുകയാണ്. അപ്പം വളരെയധികം എക്സൈറ്റഡ് ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്ന കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ 1500ഓളം വർഷം പഴക്കം വരുന്ന പെയിൻറ്റിങ്സും, അതേപോലെ അന്നത്തെ കാലത്ത് ഈ സന്യാസികൾക്ക് വേണ്ടിയിട്ട് പാറയിൽ പണി കഴിപ്പിച്ച ബെഡും കാര്യങ്ങളും, അങ്ങനത്തെ കുറേയധികം വ്യത്യസ്തപരമായ കാഴ്ചകളാണ് കേട്ടോ. ഇതിപ്പം യുനെസ്കോ ഹെറിറ്റേജ് സൈറ്റാണ്, പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയയാണ്. അപ്പം അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അപ്പം എന്താ നമ്മളങ്ങനെ നമ്മുടെ 17ാമത്തെ ഡിസ്ട്രിക്റ്റ് നമ്മൾ മാർക്ക് ചെയ്യുകയാണ് കേട്ടോ, പുതുക്കോട്ടൈ. ഇതാ അപ്പം കേവിൻ്റെ എൻട്രൻസിന് നേരെ ഓപ്പോസിറ്റാണ് ഇവിടെ നമ്മുടെ തമിഴ്നാടിൻ്റെ ദേശീയ ഉത്സവമായിട്ടുള്ള നമ്മുടെ ജല്ലിക്കെട്ടിൻ്റെ ഒരു കിടിലം ഒരു സ്റ്റാച്ചു കേട്ടോ. ഒരു ബ്രോൺസിലെ ഒരു അടിപൊളി ഒരു സ്റ്റാച്ചു. ഇതാ ഒരാൾ അതിനെ കീഴ്പ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഈ കാണിച്ചേക്കുന്നത്. അടിപൊളി കേട്ടോ, ഇത് രക്ഷയില്ല. ഇതാ ഇവിടെയും ഒരു ചെറിയൊരു താമരക്കുളമാണ് കേട്ടോ. അപ്പം നമ്മുടെ ഈ ഒരു കേവ്സിനുള്ളിൽ കുറേയധികം ഇതേപോലത്തെ താമരക്കുളങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അന്നത്തെ കാലത്ത് ഇവരെ സംസ്കരിച്ചിട്ടുള്ള അയൺ ഏജ് കാലഘട്ടം തൊട്ടിട്ടുള്ള ആ ഒരു എന്താ പറയുക പെയിൻറ്റിങ്സും മലയാള ലിപികളും, അതേപോലെ അവരെ സംസ്കരിച്ചിട്ടുള്ള ആ ഒരു അതിൻ്റെ തെളിവുകളും എല്ലാം ഇതിനുള്ളിൽ സ്ഥിതി ചെയ്യുന്നുണ്ട് കേട്ടോ. സോ അപ്പോൾ എന്താ നമുക്ക് നമ്മളെ യാത്ര കണ്ടിന്യൂ ചെയ്യാം. നമുക്ക് ഇവിടുന്ന് അതിനുള്ളിലേക്ക് പോയി അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. നമ്മളങ്ങനെ എൻട്രൻസിന് ഉള്ളിലോട്ട് കയറാണ് കേട്ടോ. അണ്ണാ എവ്വളോ ടിക്കറ്റ്? ഒരാൾ ആ ഉള്ള വീഡിയോ എടുക്കാൻ முடியும் അണ്ണാ? ഓവിയം പെയിന്റിംഗ് സമണ ധ്യാന മണ്ഡപം ഓവിയത്തിലുള്ള ആ എടുക്കാവേ. பத்திரம் பண்ணிக்கங்க. குரங்கு இருக்கு, அது ஏதாவது இருக்குன்னு பிடிச்சி ஆட்டிக்கிட்டு இருக்கு. ഓക്കെ ഓക്കെ. കേവ്സിൻ്റെ ഉള്ളിലോട്ട് പോകുന്ന വഴി ഇതാ ഇവിടെ ഒരു ബോട്ട് റൈഡും ഉണ്ട്. വെള്ളമൊക്കെ വളരെ കുറവാണ്, ആർട്ടിഫിഷ്യലാണ് കേട്ടോ. അതാ അവിടെ ഒരു അബാൻഡൻഡ് ചിൽഡ്രൻസ് പാർക്കുണ്ട്. അപ്പോൾ നമുക്ക് ആ ചിൽഡ്രൻസ് പാർക്കിന് ഉള്ളിലോട്ടൊന്ന് പോകാം കേട്ടോ. അബാൻഡൻഡ് ആയിട്ടുള്ള സാധനങ്ങൾ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഇതാണ് ബോട്ട് റൈഡ്. ഇപ്പം വെള്ളമൊന്നും ഇല്ല കേട്ടോ. ഓ ജസ്റ്റ് മിസ്സാട്ടോ, നമ്മൾ ഈ മരത്തിൽ നമ്മുടെ വണ്ടി അത് സ്ക്രാച്ച് ആയോ? എവിടെയും ചെന്ന് ഒരു പണികൾ വാങ്ങിച്ചു കൂട്ടാറുണ്ട്. ഇവിടെയൊക്കെ കണ്ടോ, ആൾറെഡി കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷെ ഇതെല്ലാം തുരുമ്പടിച്ചു കേട്ടോ. ഇവിടെ എല്ലാം ഫുള്ള് പോച്ചയൊക്കെ കയറി നിൽക്കുകയാണ്. അടിപൊളി. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആട്ടോ നമ്മുടെ കേവ്സ്. അപ്പം നമുക്കിവിടെ എന്തായാലും കേവ്സിനുള്ളിലോട്ട് പോകാം. എന്താ ഭംഗിയല്ലേ, അബാൻഡൻഡ് ആയിട്ട് കിടക്കുന്ന കാണാൻ പ്രത്യേക ഭംഗിയാട്ടോ. അങ്ങോരുണ്ട്, അവിടെ 2-3 ആൾക്കാർ ഇരിപ്പുണ്ട്. നമുക്കേ ഒരു സൺസ്ക്രീൻ ഇട്ടിട്ട് ഒരു 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് കയറിപ്പോവാം, അതാണ് ബുദ്ധി. അപ്പോൾ എന്താ ഇവിടെ വന്ന് നമ്മളൊരു ടിക്കറ്റ് എടുക്കണം കേട്ടോ. നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഡയറക്റ്റ് ക്യാഷ് കൊടുത്ത് എടുക്കാം. എന്താ 20 രൂപയാണ് കേട്ടോ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ. അതിപ്പോൾ നമുക്കൊരു ഓൺലൈൻ ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. നീ ഇതവിടെ ഗേറ്റിൽ കാണിച്ചാൽ മതി കേട്ടോ. ഇവിടെയൊക്കെ നിറയെ കുരങ്ങന്മാരാണ്. അടിപൊളി കേട്ടോ. 100 വർഷം മുന്നേ ഉള്ള ആ മരങ്ങളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ നമ്മൾ ചെക്കനെ കൊണ്ടുപോകാൻ പറ്റത്തില്ല. അപ്പോൾ എന്താ നമ്മൾ വണ്ടി ലോക്ക് ചെയ്തിട്ട് നമ്മൾ ഡിജിറ്റൽ കീ യൂസ് ചെയ്ത് നമ്മൾ
AC ഓൺ ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഡൗട്ടുണ്ട്, നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ പോകുമ്പോൾ നമ്മൾ ചെറുക്കനെ എങ്ങനെയാണ് നമ്മുടെ അപ്പോൾ അവനെ നമ്മൾ എന്തോ ചെയ്യുന്നതെന്നൊക്കെ. അപ്പോൾ അവനെ വണ്ടിക്കുള്ളിൽ ഇട്ട് നമ്മളിതാ AC ഇട്ട് കൊടുത്തിട്ടാണ് നമ്മൾ പോകുന്നത്. സോ വളരെ ഡോഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാർസാണ് കേട്ടോ ടാറ്റയുടെ. അപ്പോൾ നമുക്ക് പേടിക്കാനില്ല. ഇതാ നമ്മുടെ AC ഓൺ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്താ നമ്മൾ AC ഓൺ ആയിട്ടുണ്ട്. നമുക്കിനി ഉള്ളിൽ പോയിട്ട് വരാം. നമ്മൾ വരുന്ന വരെ AC ഓൺ ആയിരിക്കും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ ബാക്ക് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ കേവ് പെയിൻറ്റിങ്സ്. പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു 4x4 സ്ക്വയർ റൂം, അതായത് പാറയ്ക്കുള്ളിൽ തുറന്ന് വെച്ചിരിക്കുകയാണ്. അത് ഒരു പ്രത്യേകതരം ഒരു നമ്മുടെ ഒരു എന്തോ നോയ്സ് ക്യാൻസലിങ് റൂം എന്നൊക്കെ പറഞ്ഞാൽ ഒരു പ്രത്യേകതരം ഒരു റെസൊണൻസ് വൈബ്രേഷൻസ് ഉള്ള റൂമാണ് കേട്ടോ. നമുക്കവിടെ നമ്മൾ സംസാരിച്ചാലൊന്നും വൈബ്രേഷൻ ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഒരു പ്രത്യേകതരം നമ്മളിപ്പോൾ ഓം എന്നൊക്കെ ചാൻറ്റ് ചെയ്യുന്ന പോലത്തെ മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ടൊരു മെഡിറ്റേറ്റീവ് ഫീൽ, അല്ലെങ്കിൽ ഒരു എന്ത് സൗണ്ട് തെറാപ്പി എന്നൊക്കെ പറയുന്നൊരു ഫീലാണ് ആ ഒരു റൂമിനകത്ത് കിട്ടുന്നത്. അതിൻ്റെ മുകളിൽ ഒരു ശിവലിംഗം പോലത്തെ സംഭവം താഴോട്ട് ഒരു ഡൂം പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. ബാക്കി 3 എന്താ പറയുന്നത് ജൈന സന്യാസികളുടെ ഒരു പാറയിൽ കൊത്തിയ പ്രതിമ. അതുപോലെ മേളിലും ഇതിനകത്ത് ഫുള്ള് പെയിൻറ്റിങ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ നാച്ചുറൽ ഡൈ വെച്ചിട്ട് ഇപ്പം ബീട്രൂട്ട് അങ്ങനത്തെ അന്നത്തെ കാലത്ത് 1500 വർഷം പഴക്കമുള്ള പെയിൻറ്റിങ്സാണ് ഇതിനകത്ത്. അപ്പോൾ അതിനുള്ളിൽ വീഡിയോ ഒന്നും കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റത്തില്ല. അടിപൊളിയാണ് സത്യം പറഞ്ഞാൽ. പെയിൻറ്റിങ്സ് നമ്മൾ അത്ഭുതപ്പെടുത്തും. കാരണം അന്നത്തെ കാലത്ത് ഇങ്ങനെ മേളിലോട്ട് വരയ്ക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ ഒരു കഥയും ഉണ്ട് കേട്ടോ. കുറേ കഥയും ഉണ്ട്. ആ കഥയാണ് പെയിൻറ്റിങ്സായിട്ട് അവിടെ വരച്ച് വെച്ചേക്കുന്നത്. അപ്പം എന്താ ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഇവിടെ ഒരു താമര കുളമാണ് കേട്ടോ. അതാ ഒരു പോണ്ടാണ്. ഇനി അപ്പർ സൈഡിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കൽപ്പടുക്കയെന്ന് പറയുന്ന ഈ കല്ല് കൊണ്ടുണ്ടാക്കിയ ബെഡ്. ഈ ജൈനമത സന്യാസികൾക്ക് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പാറയിൽ തന്നെ പണി കഴിപ്പിച്ച ബെഡ്. അതായത് ഇതുപോലത്തെ ഓരോ പീസ് പാറ പോലെ ഇരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളിപ്പോൾ ഇനി അങ്ങോട്ടാണ് പോകാൻ പോകുന്നത്. 1950 ഇത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അണ്ടറിൽ വരുന്നത്. അപ്പോൾ ആ എൻട്രൻസിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ആ തുടക്ക ഭാഗത്തുള്ള കുറേയൊക്കെ ആൾറെഡി ചുരണ്ടി നശിപ്പിച്ച അവസ്ഥയിലൊക്കെയാണ് കാണപ്പെടുന്നത്. ഇനി പോകാൻ പോകുന്നത് അടുത്തത് തിരുമായം ഫോർട്ട് എന്ന് പറയുന്ന ഒരു കോട്ട കാണാൻ വേണ്ടിയിട്ടാണ്. അത് നമ്മുടെ ഈ ഒരു കാരേക്കുടി വരെ പോകണ്ട, പക്ഷേ ഇതിൻ്റെ ഒരു ബോർഡറാണ് കേട്ടോ. അതായത് നമ്മുടെ പുതുക്കോട്ടെ കാരേക്കുടി ആ റൂട്ടാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ നേരെ പോകുന്നത്. ഉച്ചയ്ക്ക് അതിഭയങ്കരമായ ചൂടാണ് കേട്ടോ. നമ്മുടെ വണ്ടിയിൽ 77% ഉണ്ട് കേട്ടോ നമ്മുടെ ബാറ്ററി. അതേപോലെ 157 കിലോമീറ്റർ റേഞ്ച് കാണിക്കുന്നത്. സോ നമുക്ക് അടുത്ത സർവീസിനുള്ള ടൈമായി. 37,000 അടുത്ത സർവീസ്. ഇതാ 37,057 ആയി കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഇനി പോകാൻ പോകുന്നത് തഞ്ചാവൂരാണ്. അപ്പോൾ നമുക്ക് അടുത്ത വണ്ടി ചാർജിങ് സ്റ്റേഷനും അതേപോലെ നമ്മുടെ സർവീസ് സ്റ്റേഷനും എല്ലാം ഒരിടത്ത് തന്നെയാണ്. രണ്ടും ടാറ്റയിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ അവിടെ പോകുമ്പോൾ നമുക്ക് ഉച്ച കഴിഞ്ഞിട്ടേ നമ്മൾ അവിടെ എത്തത്തുള്ളൂ. ഒരു 3 മണി ആവുമായിരിക്കും. നമുക്ക് ഇന്ന് സർവീസ് ചെയ്യാൻ പറ്റുമോ നോക്കാം. പറ്റുമെങ്കിൽ നമുക്ക് ഇന്ന് വണ്ടിയുടെ സർവീസ് കംപ്ലീറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്ക് ബാക്കി അടുത്ത ജേർണി നമ്മുടെ യാത്ര കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. അതാ നമ്മുടെ ഫ്രണ്ടിൽ കാണുന്നതാണ് തിരുമയം ഫോർട്ട്. തിരുമയം ഫോർട്ട് അഥവാ ഉമയം ഫോർട്ട് എന്നറിയപ്പെടും. ഫോർട്ട് ഓഫ് ദ ഡംബ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. അപ്പോൾ 17-ാം നൂറ്റാണ്ടിൽ പണി കഴിപ്പിച്ച ഒരു കോട്ടയാണിത്. അപ്പോൾ 1687 കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ 1687 പണി കഴിപ്പിച്ച ഒരു കോട്ടയാണ്. പോളിഗാർ വാർസിൻ്റെയൊക്കെ സമയത്ത്, പോളിഗാർ യുദ്ധ സമയത്തൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു പങ്ക് വഹിച്ച ഒരു കോട്ടയാണ് കേട്ടോ നമ്മുടെ ഈ ഉമയം കോട്ട. നമ്മൾ നേരെ പോകുമ്പോൾ നമ്മുടെ 18ാമത്തെ ഡിസ്ട്രിക്റ്റ് ആയിട്ടുള്ള തഞ്ചാവൂരാണ്. റൈസ് ബോൾ ഓഫ് ഇന്ത്യ എന്നൊക്കെ അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സീസണിൽ നമ്മൾ അതിൻ്റെ വീഡിയോയും കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇപ്രാവശ്യം ജസ്റ്റ് അതുവഴി പാസ് ചെയ്ത് പോകത്തേ ഉള്ളൂ. അപ്പോൾ എന്താ ഇനി ഇവിടുന്ന് ഏകദേശം 80 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. നമ്മുടെ പുതുക്കോട്ടയിൽ നിന്ന് തഞ്ചാവൂരോട്ട് 1.5 മണിക്കൂറാണ് കാണിക്കുന്നത്. 156 കിലോമീറ്റർ ആട്ടോ നമ്മുടെ റേഞ്ച്. അതിൽ 69% ബാറ്ററി. അപ്പോൾ പുതുക്കോട്ടയിൽ നിങ്ങൾ ഇലക്ട്രിക് കാറും കൊണ്ട് വന്നു കഴിഞ്ഞാൽ
ഇവിടെ ഒറ്റ ഒരു ചാർജിങ് സ്റ്റേഷനേ ഉള്ളൂ. അതൊരു ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പിലാണ്. ഇന്ത്യൻ ഓയിലിൻ്റെ ഒരു പമ്പിൽ ഒരു 60 കിലോവാട്ടിൻ്റെ ഒരു മെഷീൻ മാത്രമേ പുതുക്കോട്ടയിൽ ഇലക്ട്രിക് കാറിന് ചാർജിങ് സ്റ്റേഷനായിട്ടുള്ളൂ. അപ്പോൾ അത് നിങ്ങൾ എന്തായാലും ഒന്ന് മനസ്സിൽ വെച്ചേക്കും. അത് ചില സമയത്ത് നമുക്ക് പറയാൻ പറ്റത്തില്ല, ചില സമയത്ത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. പിന്നെ അല്ലെങ്കിൽ തിരിച്ച് നിങ്ങൾ ഈ ചെട്ടിനാട് പോകണം. അല്ല, ചെട്ടിനാട് ഇവിടുന്ന് ഏകദേശം 40 കിലോമീറ്റർ ഉള്ളൂ. അവിടെ 1 പ്ലഗിൻ്റെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്. അല്ലെങ്കിൽ നമ്മൾ തഞ്ചാവൂർക്ക് പോയി കഴിഞ്ഞാൽ അവിടെ സിയോൻ്റെ ചാർജിങ് സ്റ്റേഷനുകൾ ധാരാളം ഉണ്ട്. ഒരു ടോൾ ഗേറ്റും ഉണ്ട്. നമ്മൾ ഈ ടോൾ ഗേറ്റിൽ കൂടെ ഒരു അരമണിക്കൂർ മുന്നേ നമ്മൾ പാസ് ചെയ്താണ് ലെമ്പലക്കുടി ടോൾ പ്ലാസ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ വീണ്ടും അരമണിക്കൂറിന് ഇപ്പം നമ്മൾ അതേ ടോൾ പ്ലാസയിൽ കൂടെ അങ്ങോട്ട് തിരിച്ച് വീണ്ടും ക്രോസ് ചെയ്യാണ് കേട്ടോ. നമ്മൾ ആ തിരുമയം ഫോർട്ടിലോട്ട് പോകാൻ വേണ്ടി ആദ്യം നമ്മൾ അങ്ങോട്ട് പോയത് നമ്മൾ ടോള് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പോൾ അത് ഇവിടെ ഇഷ്ടംപോലെ കച്ചവടക്കാട്ടോ, വഴിയോര കച്ചവടക്കാരെ കാണുന്നത്. കുക്കുംബർ, മാങ്ങ, അതേപോലെ അങ്ങനെ കുറേ സാധനങ്ങൾ കേട്ടോ. ഇതെല്ലാം ഇവിടുത്തെ ലോക്കൽ ഫാമേഴ്സാണ്. അവരുടെ നാട്ടിൽ തന്നെ കൃഷി ചെയ്യുന്ന പല ഐറ്റംസാണ് ആ കൊണ്ടുവച്ചേക്കുന്നത്. എല്ലാം കിഴങ്ങ്, ചക്ക, അതേപോലെ കരിക്ക്, കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഇത് സാധാ മീൽസ് അല്ല. അണ്ണ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. இது வந்து கொண்டக்கடலை சார். இது வந்து மாப்பிள சம்பா கஞ்சி. கஞ்சி. இது குதிரைவலி, பொங்கல். இது சுண்டகஞ்சி. தயிர் சாதம் மாதிரி. தயிர் சாதம் மாதிரி சுண்டகஞ்சி நேற்று வச்சு ஊற வச்சு சாப்பாடும் பாலும் சேர்த்து. பழங்கஞ்சி. ஆமாம். இது வந்து கம்பு. கம்பகளி. இது கேப்பகளி. வத்த குழம்பு, கொள்ளு துவையா, பாதாம் முந்திரி, கேரட். ஓகே. இதை வச்சு நீங்கள் ஊற்றி மிக்ஸ் பண்ணி சாப்பிடுவோம். ഓക്കെ. ഇതായിട്ട് നമ്മുടെ ഇന്നത്തെ ഓക്കെ. ഇതായിട്ട് നമ്മുടെ ഇന്നത്തെ മീൽസ്. അപ്പോൾ എന്താ, ഈ കറി വെച്ചിട്ട് നമ്മൾ ഈ ഓരോ ഐറ്റംസും കഴിക്കണം. ഫുൾ ഹെൽത്തി ഡയറ്റ് ആയിട്ടാണ്. ബാറ്ററി ചാർജ് ചെയ്തേട്ടോ. താങ്ക് യു അണ്ണാ. നമ്മൾ ജസ്റ്റ് ഒരു ഫുഡിൻ്റെ ബ്രേക്ക് എടുത്ത കേട്ടോ. നമ്മൾ തഞ്ചാവൂർ എത്തേണ്ട സമയം കഴിഞ്ഞ്. ഇനിയിപ്പോൾ നമ്മൾ ഏകദേശം ഒരു 4:30 മണിയാകുമ്പോൾ അവിടെ എത്തും. നമ്മൾ ആ സമയം കൊണ്ട് നമ്മുടെ ബാറ്ററി 100% ചാർജ് ചെയ്തിട്ടോ. നമ്മൾ ബാറ്ററി ചാർജിങ് എപ്പോഴും ഒരു ടാസ്ക്കാണ്. മാത്രമല്ല വെറൈറ്റി ഫുഡ് ആയത്. നമ്മൾ ഇതുവരെ നമ്മൾ ലൈഫിൽ കഴിച്ചിട്ടില്ലാത്തൊരു ഒരു ലഞ്ചായിരുന്നു ഇന്ന് കഴിച്ചത്. ഫുൾ മില്ലറ്റ് ഫുഡായിരുന്നു കേട്ടോ. അത് മാത്രമല്ല മിതമായ ഉച്ചഭക്ഷണമായിരുന്നു. നമ്മൾ സാധാരണ വലിച്ചു വാരി ചോറും കഞ്ഞിയും അല്ലെങ്കിൽ ചോറും ബിരിയാണിയൊക്കെ നമ്മൾ സ്ഥിരം കഴിക്കുന്നതാണ്. ഇത് അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഫുൾ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റായിരുന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. 150 രൂപ സംതിങ് ആണ്. അടിപൊളിയായിരുന്നു. എന്തായാലും നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ നേരെ തഞ്ചാവൂർ വിടുവാണ്. വൈകുന്നേരം 5:30 നമ്മളിതാ തഞ്ചാവൂർ എത്തി. നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന തഞ്ചാവൂർ ബസ് സ്റ്റാൻഡാണ് കേട്ടോ. ഇതിനകത്ത് ഇൻട്രസ്റ്റിംഗ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ ഫാസ്റ്റ് ചാർജിങ്ങിൽ 100% ചാർജ് ചെയ്തിട്ടേ ഇല്ല. ഇപ്പോൾ എന്താ, നമുക്ക് 42% ബാറ്ററി ഉണ്ട് കേട്ടോ. 112 കിലോമീറ്റർ റേഞ്ച് ഇനിയും ബാക്കിയുണ്ട്. അപ്പം നമ്മളിപ്പോൾ നേരെ പോകാൻ പോകുന്നത് നമ്മുടെ തഞ്ചാവൂർ പെരിയ കോവിൽ കാണാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് ഇവിടെ പോലീസ് ചെക്കിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. Where are you coming from? പുതുക്കോട്ടെ. Open the what are the things? You just open it. அது வந்து ஃப்ரிட்ஜ் பேட்டரி அப்பெல்லாம் ஆல் இந்தியா ட்ரிப்பு தான். அப்போ ஃப்ரீசர் அந்த மாதிரி. Do you have any license or do you have any order for that? ஏதா for what? For what, the all India travel? We don't need any permit to travel all India. We are the citizen. No. Do you have any things more than 10,000 means we need a bill? 10,000? Yes, as per code of conduct. Already you know that, right? No. State election going to be happen over here. Oh. Assembly elections. As per the code of conduct, if you have more than 10,000 rupees, right, you need to produce a proper bill. Otherwise, all the things will be seized by us. Bill irukku, ellame bill, online bill irukku. Okay, you need to show it. Just show it. Yeah, I will show. If you want, I will show it from the Amazon. Where are you going? Then temple പെരിയ കോവിൽ. ഗൈസ്, അപ്പോൾ എന്താ ഇവിടെ ഇലക്ഷൻ ആയതുകൊണ്ട് തമിഴ്നാട്ടിൽ അവർ ഫുൾ വണ്ടികളെല്ലാം ഫുൾ ചെക്ക് ചെയ്യണം. നമ്മുടെ അടുത്ത് ഈ ഫ്രിഡ്ജിൻ്റെ ഇതിൻ്റെ എല്ലാം ബില്ല് വെച്ചാണ്. അപ്പം 10,000 രൂപ മേളിലോട്ട് എന്തെങ്കിലും ഐറ്റംസ് ഒക്കെ കയ്യിൽ വെക്കുവാണെങ്കിൽ ബില്ല് വേണമെന്നാണ് പുള്ളി പറയുന്നത്, അല്ലെങ്കിൽ CC. അപ്പോൾ ഞാൻ നമ്മുടെ ഫ്രീസറിൻ്റെയും നമ്മുടെ ഐറ്റംസിൻ്റെ ഒക്കെ ബില്ല് ഞാൻ ആൾറെഡി നമ്മുടെ ബില്ലെല്ലാം ഉണ്ട്, ഓൺലൈൻ പർച്ചേസ് ചെയ്യാണ്ട് ബില്ലുണ്ട്. അപ്പോൾ ഞാൻ ബില്ലും സെർച്ച് ചെയ്തിട്ട് ഞാൻ പുള്ളി വേണ്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ആധാർ ഒന്ന് ചെക്ക് ചെയ്തു എന്നിട്ട് നമ്മളെ വിട്ടു കേട്ടോ. അപ്പോൾ എന്താ നമ്മളങ്ങനെ ഒഫീഷ്യലി തഞ്ചാവൂർ എത്തിയിരിക്കുകയാണ്.
അപ്പോൾ ഇതാ നമ്മൾ തഞ്ചാവൂർ രാത്രി വണ്ടി ചാർജ് ചെയ്യാനുള്ള പരിപാടിയിലാട്ടോ. ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട് ഹുണ്ടയുടെ ഷോറൂമിൽ, പക്ഷേ ഗേറ്റ് ക്ലോസ്ഡ് ആണ് കേട്ടോ. ഷോറൂമിനുള്ളിലാണ്, നമുക്ക് അകത്തോട്ട് കയറാൻ പറ്റത്തില്ല. ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷൻ ഉണ്ട്, ഒരു മെഷീനുണ്ട്, പക്ഷേ നമുക്ക് അങ്ങോട്ട് അക്സസിബിൾ അല്ല. നമുക്ക് എന്തായാലും അടുത്ത ചാർജിങ് സ്റ്റേഷൻ പിടിക്കാം. നമ്മുടെ രണ്ടാമത്തെ ചാർജിങ് സ്റ്റേഷൻ ആട്ടോ. ഇതൊരു മഹേന്ദ്രയുടെ ഷോറൂമിലാണ്. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ ഈ മെഷീൻ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല, ഇത് കമ്പനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ. കാരണം ഇതിൽ ഡിസ്പ്ലേയും സംഭവങ്ങളൊന്നുമില്ല, റീഡിംഗ് ഒന്നും കാണിക്കത്തില്ല. ഇത് ഈ കമ്പനിക്ക് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ, ഇത് ഓഫാണ്. അതിനകത്തൊരു B6 കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇതിനകത്ത് വേറെ കിഡിലൊരു വെറൈറ്റി സാധനം കിടപ്പുണ്ട്, ഞാൻ കണ്ടിട്ട് ഞെട്ടിപ്പോയി കേട്ടോ. അതായത് കണ്ടോ, ഫോർമുല എഡിഷൻ, നമ്മുടെ B6-ൻ്റെ ഫോർമുല 1 എഡിഷൻ. എൻ്റെ മോനെ സീൻ സാധനം കേട്ടോ. ഇത് ആദ്യമായിട്ട് നേരിട്ട് കാണുന്ന ഇത് നോർമൽ B6, ഇത് ഫോർമുല 1 എഡിഷൻ കേട്ടോ. നമ്മുടെ തല അജിത് കുമാറൊക്കെ എടുത്ത വണ്ടി കേട്ടോ. വീൽസൊക്കെ നോക്കും, ഒരു രക്ഷയില്ല കേട്ടോ, വേറെ ലെവല് സാധനം, അടിപൊളി കേട്ടോ, പൊളിച്ച്. A few moments later.